നമസ്കാരം. രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ബിരിയാണി പുഴുക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ പുഴുക്കിട്ട സമയത്ത് കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചു, 2 ദിവസം മുമ്പേ ഇട്ടുകൂടായിരുന്നോ, എനിക്ക് തിരുവാതിരയ്ക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റില്ലായിരുന്നോ എന്ന്. ഇടാൻ പറ്റിയില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വാഴപ്പിണ്ടി സാധാരണ നമ്മൾ തോരൻ വെക്കാനൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. ഇന്നൊരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ചെമ്മീൻ കറി, ഒരു ചെമ്മീൻ വറുത്തരച്ച കറി അല്ലെങ്കിൽ കൊഞ്ചൻ വറുത്തരച്ചത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുപോകാം. 250 ഗ്രാം പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത്. ഇത് ഏകദേശം 8 വെളുത്തുള്ളി ഉണ്ട്, അതും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു. പിന്നെ ഒരു പച്ചമുളക് വേണം, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഏതാണ്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്. ഇത് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയാണ്. തേങ്ങയുടെ കൂടെ വറുക്കാൻ വേണ്ടി ഒരു 2 ചെറിയുള്ളി എടുത്തിരിക്കുന്നു. അതുപോലെ 3 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം ആണിത്. ഞാൻ ആദ്യം ഈ പ്രോൺസിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഞാൻ വെക്കുവാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്നു. ഇനി എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്യണം. പുളിവെള്ളം എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. തേങ്ങ വറുക്കാൻ വേണ്ടി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, കുരുമുളക്, അതുപോലെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ തേങ്ങയുടെ കളറെല്ലാം മാറി വരണം. തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കുന്നു. തേങ്ങ തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ച് ചെമ്മീൻ അടുപ്പത്ത് വെച്ചു. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നു. എന്നിട്ട് ഫ്ലെയിം കുറയ്ക്കുകയാണ്. ഇനി ഇതൊന്ന് വെന്ത് വരണം. ഇപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്താണ് തേങ്ങ അരച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ ജാറിൽ ബാക്കിയുള്ളത് ഒരു 1/2 കപ്പ് കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമ്മളെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഗ്രേവിക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കറി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്.
കറി ഞാൻ മാറ്റി വെച്ചതിന് ശേഷം സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചു. എന്നിട്ട് അത് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് ചെറിയുള്ളിയും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവണം. ഉള്ളിയെല്ലാം നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഈ വറുത്ത് വെച്ചത് നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ, അതുപോലെ ചപ്പാത്തി, പത്തിരി, വെള്ളയപ്പം, ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ